എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് ഒരു അയല, വെറും ചെറിയ അയലയാണ്, അത് മാങ്ങ ഇട്ട് വെച്ചെങ്കിൽ മാത്രമേ കൊള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കാം നമുക്ക്. അപ്പം ഞാൻ മീനെല്ലാം കഴുകിയിട്ടുണ്ട്, മാങ്ങ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഇത് ഇപ്പം പിച്ചിക്കൊണ്ട് വന്നതാണ്. അപ്പം ഇതെനിക്ക് ഇടണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു മീൻ, പക്ഷെ പിച്ചിക്കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഇടും. ഇന്നത്തേന് വേണ്ടിയിട്ട് പയറ്, നമ്മുടെ പച്ചയേത്തയ്ക്ക അതും കറി വെക്കുന്നുണ്ട്. പിന്നെ തേങ്ങ തിരുമ്മിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങ തിരുമ്മി അത് നമുക്കൊരു ഈ മിക്സിക്കകത്തോട്ട്, ഇതിനകത്തുള്ള ചേരുവകൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. നോക്കിക്കോളൂ. ഇതിനകത്തുനിന്ന് ഒരു 3-4 ഞാൻ എടുത്ത്, 3 മതി. 3 എടുത്ത് ചേട്ടന് പൊരിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, ബാക്കിയേ കറി വെക്കുന്നോളൂ, ഇത്രേ കറി വെക്കുന്നോളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി അടുത്തലോട്ട് വന്ന് ഇഷ്ടം പോലെ അങ്ങ് പിടിച്ച് കൂട്ടുവാണ്. നീ കൊടുക്കാത്തവർക്കൊക്കെ നമ്മുടെ ഓഫീസിൻ്റെ അടുത്തുള്ളവർക്കൊന്ന് കൊടുക്കാം. ഇത്ര നമുക്ക് വേണ്ടല്ലോ വെറുതെ. മല്ലിപ്പൊടി 3/4, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇത്ര ഇട്ട് നമുക്ക് എളുപ്പപ്പോയെന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ അരപ്പരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അരപ്പിട്ട് കൊടുക്കുക. ഞാൻ സാധാരണ ഈ ഇങ്ങനെ വെക്കുന്നതിനൊക്കെ ഇച്ചിരി കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് അങ്ങനെയും വെക്കാം കേട്ടോ. അത് കറി ചീത്തയാവത്തില്ല അങ്ങനെ വെച്ചാൽ. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്, അത് ചാനലിൽ. അത് ആദ്യം കടുക് വറുത്തിട്ട് നമ്മൾ ഈ അരപ്പെടുത്ത് അതിനകത്തിട്ടിട്ട് ഒന്ന് പച്ചമണം മാറ്റും കേട്ടോ. ഒന്ന് വഴട്ടും, ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴട്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് തിളപ്പിച്ച് നല്ല രീതിയിലാക്കി എടുക്കും. അപ്പം അങ്ങനൊരു രീതി ഞാൻ വെക്കും. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക, എൻ്റെ വീഡിയോയ്ക്കകത്ത് ചാനലിൽ കയറി കണ്ടു നോക്കുക. അപ്പം ഇത് ഞാൻ നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. വെറും ഈ അരപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു 3-4 ഞാൻ കൊച്ചി ചട്ടി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ മുരിങ്ങിക്ക വന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി വിസ്താരമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അത് ആവശ്യത്തിന് വെള്ളമായോ എന്നൊന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി പോന്നു പോരാത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി നോക്കാം. കുഴപ്പമില്ല, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്ത് മുരിങ്ങയ്ക്കായും നമ്മുടെ പിന്നെ മാങ്ങ ഇത് കേടല്ല, എൻ്റെ പുറത്തിങ്ങനെ ഒന്ന് ഇത് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പിടപെടാന്നങ്ങ് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. തിളച്ച് നല്ലത്. ഉപ്പൊന്നും ചേർത്തിട്ടില്ല, മാങ്ങ ചേർത്തിട്ടില്ല, ചേർത്തിട്ടില്ല. പക്ഷേ നമുക്ക് ആദ്യം മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക ഇടണമെന്നൊരു പ്ലാനും ഇല്ലായിരുന്നു, പിന്നെ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ടായി. ഇതിപ്പോൾ 3ാമത്തെ വർഷം മുരിങ്ങയ്ക്ക കായ്ക്കുന്നത്. ആദ്യത്തെ വർഷം കായ്ച്ചപ്പോൾ വെറും 3 അത് നമ്മൾ തിരുവോണത്തിന് ഉപയോഗിച്ച്. കഴിഞ്ഞ വർഷം കുറച്ചങ്ങോട്ട് പിടിച്ചോളൂ. ഈ വർഷം അടുത്തടുത്ത മാസങ്ങളിൽ അങ്ങ് ഇഷ്ടംപോലെ നല്ല പൂവും കായായി. ഇതിനകത്തിന് നമ്മുടെ ഇലയൊന്നും ഇടാനുള്ള സ്ഥലമില്ല. പോട്ടെ, നല്ല ഗുണമില്ലേ.
ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ മീനും കൂടെ അതിൻ്റെ പുറത്തിട്ടേക്കുന്നതേ ഉള്ളൂ ഇപ്പം. കാരണം ആ മുരിങ്ങയ്ക്ക ഒന്ന് റെഡിയാവാനുണ്ട്. കണ്ട ഒറ്റയായിട്ടിട്ടേത് കാരണം നമുക്ക് ഇതിനകത്ത് അധികം വലുതല്ലല്ലോ. ഇനി നമുക്ക് മാങ്ങയും കൂടെ ഒന്ന് ചെത്തിയിട്ടേക്കാം. നമ്മളെ ഈ മാങ്ങയിട്ട് കറി വെക്കുന്നതിന് പച്ചമുളക് ഇടുന്ന ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ. മാങ്ങയിട്ട് കറി വെക്കുന്നതിന് മാങ്ങ ഞാൻ ചെത്തി ഈ 3 പച്ചമുളകും ഇടുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ് ആ മാങ്ങ ഇടുന്നതിന്. മാങ്ങ ഇവിടെ അരച്ച് മാങ്ങ ഇട്ട് വെക്കുന്ന കറിയിൽ ഇതുപോലെ പച്ചമുളക് ഇട്ട അടിപൊളി. അത് തിളയ്ക്കുമ്പോൾ ഒരു മണം വരും. വാ എന്ത് അപ്പോൾ ഇട്ട് കൊടുത്ത് നമുക്കതും കൂടെ ഒന്ന് കാത്ത് വെച്ച് കൊടുക്കാം. ഒരു ലേശം ഇനി ഉപ്പ് ചേർത്തില്ല, ഉപ്പും കൂടെ ചേർക്കാം. ഊണ് വരാത്തത് പിന്നെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കട്ടെ. നമ്മുടെ കറിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കാരണം വെള്ളമൊന്നും ഇല്ലാതിരിക്കല്ലേ. ഓക്കെ, അപ്പം ഒന്ന് വേവട്ടെ, കാണിച്ചില്ല. കടുക് വറുക്കണം ഇതിനകത്ത് കേട്ടോ. ഒരിക്കലും കറി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല എല്ലായിടവും പറ്റത്തക്ക രീതിയിൽ ചുറ്റും. എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഒന്ന് ചുറ്റിക്കൽ പരിപാടി. ഇച്ചിരി ചാറ് കുറച്ചാണ് വെക്കുന്നത്. എന്നാലും ഉണ്ട് ആവശ്യത്തിന്. ഓക്കെ, ആവട്ടെ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് നിന്നെടുത്ത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കടുവറുക്കാം. നല്ല വൃത്തിയായിട്ടൊരു കടുവറുപ്പൊന്ന് വറുക്കാം. ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടല്ല, നല്ലപോലെ ചൂടാവണം, എങ്കിലേ പറ്റും കേട്ടോ. ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ഉള്ളി അരിയലല്ല, കടുവറുക്കുമ്പോൾ ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യുന്ന. അപ്പം അങ്ങ് അരിഞ്ഞിടും. സമയം അങ്ങനെ കാണത്തില്ലല്ലോ. നമ്മൾ പാചകം ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ പടപടാ. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. എല്ലാം പടപടാന്ന്. ഓക്കെ, നല്ല ചൂടായി കിടക്കുമല്ലോ. നമുക്ക് കൂട്ടത്തിലേ 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതോടെ മീനിൻ്റെ പരിപാടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിച്ചത്. ഇത് അല്ല, ബാക്കി ചോറ് വെക്കുന്നതും അതും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നല്ലേ. നമ്മുടെ ചോറിൻ്റെ കൊണ്ടുവന്ന് തിളപ്പിക്കുന്നതിനകത്ത് ഇറക്കി വെച്ച് തിളപ്പിച്ച്. അപ്പോൾ ഇതിനകത്ത് കടുകിട്ട്, അല്ല കടുകല്ല, കറിവേപ്പില ഒഴിച്ച് കൊടുത്ത് നമ്മുടെ സംഭവം റെഡിയാണ്. ഇതോടെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. എടുക്കട്ടെ. ഇതാ
മീൻകറി കണ്ട. ഓക്കെ, വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ബൈ.